മനസ്സിലാക്കിയെടുത്തോളവും ആ കുട്ടിയും രാഹുൽ മാങ്കുട്ടവുമായുള്ള ടെലിഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇത്രയധികം വലിയ ഒരു പീഡനം ഒരുപക്ഷെ നമുക്ക് ഇതുവരെ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഈ സംഭവത്തെ ശക്തമായി എതിർത്തെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ്. ഷാഫി പറമ്പിലായിരുന്നാലും KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാകരനായിരുന്നാലും പരസ്യമായി തന്നെ എല്ലാ പിന്തുണയും കൊടുക്കുന്നതിന് വേണ്ടി ഒരു മടിയും കാണിക്കുന്നില്ല. അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഗവൺമെൻറ്റിന് കിട്ടിയ പരാതി നിയമാനുസരണമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ്. അക്കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഈ വരാൻ പോകുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പൊതുസമൂഹത്തോടുള്ള സംസ്കാരം ഇതാണെന്നുള്ള നിലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഗവൺമെൻറ് കർശനമായ നടപടി സ്വീകരിക്കുന്നു. രാഹുലിന് പിന്തുണ കൊടുക്കുന്നത് മാത്രമല്ല, ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് പല നേതാക്കളും നടത്തുന്നത്. അതിനൊരു നടപടി വേണ്ടതല്ലേ? അല്ല, അതെല്ലാം ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാണ് ഓരോരുത്തർ പ്രതികരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കേണ്ടത്. ഇന്നലെ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത് രാജിവെക്കണമെന്നാണ് രാഹുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.